മൂവാറ്റുപുഴയിലെ ആളുമാറി മോഷണക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ 12-ാം തീയതി ഉണ്ടായതാണ്. അവിടെ അമൽ ആന്റണി എന്നൊരാളെ പോലീസ് വീട്ടിലെത്തി. മൂവാറ്റുപുഴ പോലീസ് അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ഉച്ചയ്ക്ക് ചോറുണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 4 പേര് മഫ്തി വേഷത്തിൽ ആ വീട്ടിനകത്ത് കയറി ചോദിച്ചു. പോലീസാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നീ ഒരു ബാറ്ററി വിറ്റു എന്ന് പറഞ്ഞു. അവര് വണ്ടിയെ കയറാൻ പറഞ്ഞു. ബാറ്ററി വിറ്റത് ശരിയാണ്, പഴയ ബാറ്ററിയാണ്, അത് എൻ്റെ ബാറ്ററിയാണ് ഞാൻ വിറ്റത് എന്നാണ് മറുപടി പറഞ്ഞത്. ഏതായാലും പിടിച്ച് വണ്ടിയെ കയറ്റി അമൽ ആന്റണിയെ വണ്ടിക്കകത്ത് വെച്ച് മർദ്ദിച്ചു പോലീസുകാർ. അയാളുടെ കൈ രണ്ടും പൊക്കി പിടിച്ചിട്ട് അയാൾ മുട്ടുകൊണ്ട് അയാളുടെ പുറത്തിനും നട്ടലിനും കൊടുത്തു ക്രൂരമായിട്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെയും മർദ്ദിച്ചു. മോഷണക്കാരനാണ്, കള്ളനാണ്, ബാറ്ററി മോഷണക്കാരനാണ്. അവിടെ ഒരു കടയിൽ നിന്നാണ് ഈ ബാറ്ററി മോഷണം പോയത്. കടക്കാരുടെ സ്വാധീനം ഉണ്ടാവാം. ആ ബാറ്ററി താൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ CCTV ദൃശ്യത്തിൽ ബാറ്ററി ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. ആളെ വ്യക്തമല്ല. മറ്റൊരു കടയിൽ ഒരു ബാറ്ററി വിൽക്കുന്നതും CCTV കണ്ടു. എത്രയോ CCTV ദൃശ്യങ്ങൾ ഷോപ്പുകളിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് രണ്ടും കണ്ടത്. പക്ഷെ ഇത് രണ്ടും പരസ്പര ബന്ധമില്ല. ഒരു CCTV ദൃശ്യത്തിൽ ഒരു ദിവസം ചിലപ്പം 10-15 ബാറ്ററി പല കടകളിലായിട്ട് വിൽപ്പനയും പലതായിട്ട് സെയിൽസും ഒക്കെ ഉണ്ടാവും. സെയിൽസും അതുപോലെ തന്നെ പഴയ ബാറ്ററി എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കോറിലേറ്റ് ചെയ്തില്ല. ഇവിടെ പറ്റിപ്പോയത് പോലീസ് ഒരു CCTV ദൃശ്യം കഴിയുമ്പോൾ കടയിൽ നിന്ന് ഒരാൾ CCTV ആയിട്ട് പോകുന്നത് കണ്ടു. മറ്റൊരു സ്ഥലത്ത് ഇത് വിൽക്കുന്നത് കണ്ടു. ഒരേ ആളെന്നല്ലേ സംശയിക്കുള്ളൂ. എന്തായാലും ഇയാളെ വിറ്റ ആളെ അവർ ലൊക്കേറ്റ് ചെയ്തു, കൊണ്ട് ഇടിയും കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന പഴയ ബാറ്ററിയാണ്, 10 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ് വിറ്റത്. പോലീസിന് പറ്റിപ്പോയി എന്ന് തോന്നിയിരുന്നു. കാരണം കടയിൽ ചോദിച്ചപ്പം കടയിൽ മോഷണം പോയത് 2 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ്. ഇയാളൊരു ഇലക്ട്രീഷ്യനാണ്, അമൽ ആന്റണി ഇലക്ട്രീഷ്യനാണ്. ഇത് വ്യത്യസ്തമായ 100 കണക്കുന്ന അല്ലെ 100 ഏരിയ എന്ന് CCTV ദൃശ്യം എടുക്കുമ്പം ബാറ്ററി പലരും കൊടുക്കുന്നതും വിൽക്കുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ കാണാം. പക്ഷെ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലെന്ന് പോലീസ് നോക്കിയില്ല. ഒരിടത്തൊരു ബാറ്ററി കാണാതെ പോയത് ഒരാൾ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടു. മറ്റിടത്ത് ഒരാൾ ഒരു ബാറ്ററി വിൽക്കുന്ന കണ്ടു. വിൽക്കുന്ന ആളെ മാത്രം അവർ കണ്ടെത്തി, എടുത്തുകൊണ്ട് പോകുന്ന ആളെ കണ്ടെത്തിയില്ല. അത് കള്ളനായിരുന്നു, ബാറ്ററി കള്ളൻ തന്നെ. പക്ഷെ ഇവിടെ ഇയാളെ പിടിച്ചു കൊണ്ടിട്ട് ഇടിയും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് പോലീസിന് മണ്ടത്തരമായെന്ന് മനസ്സിലായത്. അയാൾ നിരപരാധിയാണ്. തൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ ബാറ്ററിയാണ് താൻ കൊടുത്ത്, കാശില്ല വരുമ്പോഴെടുത്ത് വിറ്റ് കാണും. അതേസമയത്ത് പുതിയ ബാറ്ററി എടുത്തിട്ട് ഇരുന്നത് 2 വർഷം പഴക്കമേ ഉള്ളൂ. പോലീസിൻ്റെ ക്രൂര മർദ്ദനമേറ്റു. അയാളെ മൂവാറ്റുപുഴ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നട്ടലിന് പ്രശ്നമുണ്ട്, കഴുത്തിനും പ്രശ്നമുണ്ട്. അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലായി. ഇപ്പം അവിടെ ചികിത്സയിലാണ്, ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട്. വിറ്റ ബാറ്ററി 10 വർഷം പഴക്കമുണ്ടെന്ന് ഇപ്പം പോലീസിന് മനസ്സിലായി. പതുക്കെ അയാളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി വിട്ടു കഴിഞ്ഞെങ്കിലും അയാൾക്ക് നടക്കാൻ മേല, അയാൾക്ക് ഭീകരമായ മർദ്ദനം ഉണ്ടായി. ഏതായാലും അവിടുത്തെ റൂറൽ SP ഇതേപ്പറ്റി അന്വേഷിക്കാം. ആലുവ റൂറൽ SP ഇതിനെ സംബന്ധിച്ച്, മർദ്ദനത്തെപ്പറ്റിയും ഇതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പരാതി അവിടുത്തെ റൂറൽ SPക്ക് മാത്രമല്ല DGPക്കും കൊടുത്തു, അതുപോലെ മുഖ്യമന്ത്രിക്കും കൊടുത്തു. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിലും പരാതി കൊടുത്തിട്ടുണ്ട്. നിരപരാധിയായ ആ പെരുമ്പല്ലൂര് അയാളുടെ വീടിനടുത്ത് അവിടെ മുതൽ അവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ വരെ മർദ്ദിച്ചു എന്നാണ്. ഏകദേശം പെരുമ്പല്ലൂരാണ് ഇയാളുടെ വീട്. മൂവാറ്റുപുഴ പോലീസ് നടത്തിപ്പെട്ട സ്ഥലമാണ്. 35 വയസ്സോളം പ്രായമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അമ്മയുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചുകൊണ്ടിരുന്ന അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പോലീസിന് പല കാര്യത്തിൽ ഇതുപോലെ തെറ്റുപറ്റെന്ന് നമുക്ക് കാണാം. കാരണം കാര്യം അന്വേഷിച്ച് ബോധ്യപ്പെട്ട ശേഷമേ ഇനി കൈവെക്കണമെങ്കിൽ കൈവച്ചോളൂ. പക്ഷെ നിരപരാധികളെ കൈവെക്കരുത്. അന്വേഷണം നടത്തണം കൃത്യമായിട്ട്. ഇതൊരു ബാറ്ററിയേ ഉള്ളൂ എന്ന് വിചാരിച്ചോണം. ഒരു ജന്മം മുഴുവൻ അയാൾ മരണം വരെ ചിലപ്പം ഇവരുടെ ക്രൂര മർദ്ദനത്തിൻ്റെ ആ അനുഭവം
അതിൻ്റെ തീർച്ചയായിട്ടും വേദന സഹിക്കേണ്ടി വരും. കാരണം നട്ടെല്ലിനും പരിക്കുണ്ട്, മുതുകത്തും പരിക്കുണ്ട്. മൂവാറ്റുപുഴ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ അത് കോട്ടയം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നു. പോലീസുകാർ ആലോചിച്ചോണം, കസ്റ്റഡി ഡെത്ത് തീർച്ചയായിട്ടും തൂക്കിക്കൊല്ലാൻ വിധിച്ചവർ വരെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കിടപ്പുണ്ടെന്ന് വിചാരിച്ചോണം. വെളിയിലൊരാളെ അടിച്ചു കൊല്ലുന്ന പോലെയൊക്കെ തന്നെ പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടവരും ഈ രീതിയിലൊക്കെ ക്രൂരമർദ്ദനം നടത്തിയാൽ കൊലക്കേസ് പ്രതിയാവും, യാതൊരു സംശയമില്ല. അറ്റംപ്റ്റ് മർഡർ കേസ് പ്രതിയാവും. അദ്ദേഹത്തിനെ മാരകമായി പരിക്കേൽപ്പിച്ചത് മൂവാറ്റുപുഴ പോലീസാണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കാരണം കാര്യങ്ങൾ അന്വേഷിക്കുക കൃത്യമായിട്ട്. അവിടെയാണ് പോലീസിൻ്റെ വൈദഗ്ധ്യം, പോലീസിൻ്റെ ബുദ്ധി, പോലീസിൻ്റെ സർവീസ് അവിടെയാണ്. ഇവിടെ അത് സംഭവിച്ചില്ല. കൃത്യപാടെ എടുത്തിട്ടിരിക്കുകയാണ് ഒരു ബാറ്ററിക്ക് വേണ്ടിയിട്ട്. അതിലെ ജന്മം മുഴുവൻ ആ വേദന അനുഭവിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ, മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി അവിടെ ചികിത്സയിലാണ്. പോലീസുകാർക്ക് ഇതൊരു പാഠമാകണം. കാരണം പലർക്കും, പല നിരപരാധികൾക്കും അടി കിട്ടിയതായിട്ട് ഇപ്പം ധാരാളം കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അതിനൊരു അവസരം ഉണ്ടാകരുത്. അവരും കൂലിവേല ചെയ്ത് ജീവിക്കേണ്ടവരാണ്, ആരോഗ്യത്തോടെ ജീവിക്കേണ്ടവരാണ്, സ്ഥിരമായിട്ട് ബെഡ് റിഡനായിട്ട് കിടക്കാനുള്ളവരല്ല. കാരണം അതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല പോലീസ് സ്റ്റേഷനിൽ ഇപ്പം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി കണ്ടെത്തുക എന്ന് മാത്രം. ആ മോഷണ കേസുകൾ തെളിഞ്ഞില്ലേ എന്നുള്ളൂ. നിരപരാധികൾ ക്രൂശിക്കപ്പെടരുത്, നിരപരാധികൾ മർദ്ദിക്കപ്പെടരുത്.